നമ്മളൊരു കാര്യത്തെ കണ്ട് എന്തെന്ന് ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ ശരീരം അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും. ഇത് ബുദ്ധി കൊണ്ടുള്ള ഗ്രഹണത്തിന് മുമ്പേ നാഡീഗ്രഹണം സംഭവിക്കുന്നത് കൊണ്ടാണ്. ന്യൂറോസെപ്ഷൻ എന്ന് പറയും. ഈ ന്യൂറോസെപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പറയുന്നത് എങ്ങനെയാണ്? ന്യൂറോസെപ്ഷൻ shapes awareness and perception connects us to life. ഗ്രഹണവും നാഡീഗ്രഹണവും. ഗ്രഹണം ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് അർത്ഥം നൽകുന്ന പ്രക്രിയയാണ്. നാഡീഗ്രഹണം അതിനു മുമ്പേ സുരക്ഷയുടെയും ഭീഷണിയുടെയും സൂചനകൾ നാഡീവ്യവസ്ഥ തിരിച്ചറിയുന്ന പ്രക്രിയയാണ്. ഈ തിരിച്ചറിവ് ശരീരാവസ്ഥയെയും ബന്ധപ്പെടാനുള്ള ശേഷിയെയും സ്വാധീനിക്കുന്നു. സുരക്ഷിതമായ ബന്ധം, സഹനിയന്ത്രണം വളർത്തുന്നു. ഒളിമ്പസ് ദർശനത്തിൽ ഈ ബോധം പരിസ്ഥിതിയുമായുള്ള സുതാര്യതയിലേക്കും സഹജീവനത്തിലേക്കും നയിക്കുന്നു. ഇതാണ് സുതാര്യ ബന്ധത്തിനുള്ള മറ്റൊരു മാർഗം. അതായത് മൂല്യങ്ങൾക്കും അപ്പുറത്ത് സുതാര്യ ബന്ധത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് നാഡീഗ്രഹണം എന്ന് പറയുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മള് പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ കണ്ട് ബോധ്യപ്പെട്ട് അതെന്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടിയാണ് ഇടപെടുക. അങ്ങനെ നമ്മൾ ഈ വിവേകത്തോടെ ഇടപെടുന്നത് പോലെ നമ്മുടെ മുന്നിലുള്ള ആളുകളും ഇടപെടും എന്നൊക്കെയാണ് നമ്മുടെ പ്രത്യാശയും. അപ്പോ മുതിർന്ന ആളുകൾക്ക് അങ്ങനെയാണ് എല്ലാവരും എന്നൊരു ധാരണയൊക്കെ ഉണ്ടാവുമെങ്കിലും കുഞ്ഞുങ്ങളെ കൈ കിട്ടുന്ന സമയത്ത് നമ്മുടെ കൺട്രോളൊക്കെ പോകും. കാരണം അവർക്ക് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങൾ വർക്കാവൂല. അവരൊരു കാര്യത്തെ കണ്ട് അറിഞ്ഞ് ബോധ്യപ്പെട്ട് ചിന്തിച്ച് വിവേകത്തോടുകൂടി അതിൽ ഇടപെടുന്ന പരിപാടി ഉണ്ട്. കണ്ട മാത്രയിൽ അവരതിനോട് ഇടപെടും, നേരിട്ട് ഇടപെടും. ഈ എങ്ങനെയാണ് നേരിട്ട് ഇടപെടുന്നത്? ബുദ്ധിയുടെ ഒരു സ്വാധീനമില്ലാതെ നേരിട്ട് ഇടപെടുന്നത്. ഒരു ഭൗതികവാദത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാൽ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ദ്രവ്യമായിട്ടാണ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഭൗതികവാദികൾ അവിടെ ദ്രവ്യം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. ഈ ദ്രവ്യത്തിനും അതീതമായി, ദ്രവ്യത്തിനും ആധാരമാകുന്ന ഊർജമായിട്ടോ അല്ലെങ്കിൽ ആ ഊർജത്തെ തന്നെ രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള തരംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിനെയും രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള ബോധമായിട്ടോ ഒക്കെയാണ് ഇവിടെ എല്ലാ വസ്തുക്കളും വിധാനിച്ചിട്ടുള്ളത്. ആ ബോധത്തിന്റെ ഒരു മണ്ഡലത്തിലാണ് എല്ലാ സത്തകളും ആ ബോധത്തിൽ നിന്ന് ഉയർന്നു നിലനിൽക്കുന്നത്. ഈ കടലിലെ വെള്ളത്തിൽ നിന്നും ദ്രവ്യം ഉൾക്കൊണ്ടുകൊണ്ട് കടൽ മീൻ ഉണ്ടായി നിൽക്കുന്നത് പോലെ ഇവിടെ ഓരോന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ രണ്ട് മീനുകൾക്കിടയിൽ കടലുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്കിടയിൽ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാവുന്ന ദ്രവ്യ സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് ദ്രവ്യത്തിന്റെ രണ്ട് ഇടങ്ങളിലുള്ള രണ്ട് സത്തകൾ തമ്മിൽ ഈ ബോധത്തിന്റെ വിന്യാസത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു പ്രതലത്തിൽ ഇവ തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോ ഒരു വസ്തു അതിന്റെ പരിസരത്തോട് ഇടപെട്ട് നിൽക്കുകയാണ്. എപ്പോഴും ഇടപെട്ട് നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ബോധം കൊണ്ട് ബുദ്ധി കൊണ്ട് ഇടപെടാൻ വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്. ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പരിസരവുമായിട്ട് ഏതൊരു സത്തയും ഇടപെടുന്നുണ്ട്. ഈ കളരിയും മാർഷ്യൽ ആർട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കുണ്ടല്ലോ, അവർക്ക് ഉള്ളൊരു ഗുണമുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കേണ്ട കാര്യമില്ല. ഇന്ദ്രിയങ്ങളെല്ലാം അടച്ചിരിക്കുന്ന സമയത്തും അവരുടെ ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കും. ആറാം ഇന്ദ്രിയം എന്ന് പറയും നമ്മളതിനെ. ആറാം ഇന്ദ്രിയം തുറന്നിരിക്കും. ചുറ്റുപാടും എന്ത് സംഭവിച്ചാലും അറിയും. അതൊരു കാരണം അവർക്ക് മനസ്സിലാവും. ഒരു രാജ്യ ഭരണം നടത്തുന്ന രാജാവിന് മനസ്സിലാവും. എങ്ങും നോക്കാതെ തന്നെ തന്റെ ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയും. ഇതിന് ഓഷോ ഒരു കഥയിൽ പറയുന്നത് ധാർമ്മികത എന്നാണ്. നമ്മുടെ ധർമ്മ സംവിധാനവുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ആ ഒരു സാഹചര്യം സുരക്ഷിതമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഗ്രഹണം എന്താണെന്ന്. അപ്പോ നമ്മളൊരു കാര്യത്തെ ഗ്രഹിക്കുന്നു, നമ്മളൊരു കാര്യത്തെ കാണുന്നു, അതിന് പെർസെപ്ഷൻ എന്നാണ് പറയാം. ഒരു കാര്യത്തെ ഗ്രഹിക്കുന്നു, കണ്ണിലൂടെ കാണുന്നു, അല്ലെങ്കിൽ ചെവിയിലൊക്കെ എടുക്കുന്നു, സ്പർശത്തിലൂടെ അങ്ങനെ തൊട്ടറിയുന്നു.
അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾക്ക് നമ്മളൊരു അർത്ഥം നൽകും. ഒരിടത്ത് പുക ഉയരുന്നു, ആ പുക ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ തീ ഉണ്ടാകും. ആ തീ ഉണ്ടാകുന്നതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരിക്കും. അപ്പോ ഈ പുക കണ്ടപ്പോ തീ ഉണ്ടാകുമെന്ന് നമ്മൾ അനുമാനിക്കുന്നതാണ്. ആ ഒരു വിവരം കിട്ടി, പുക എന്നുള്ള വിവരം നമ്മുടെ കണ്ണിലൂടെ കിട്ടി, അല്ലെങ്കിൽ അതിന്റെ ഗന്ധത്തിലൂടെ കിട്ടി. അതിന്റെ പുറകിൽ തീ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ സങ്കല്പമാണ്. അപ്പൊ ഈ അനുഭവത്തെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളെ മനസ്സിലാക്കാണ് ഗ്രഹണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ സാധാരണ സംഭവിക്കുന്നത്. അത് പെർസെപ്ഷൻ എന്നാണ് പറയാ. അടുത്തതാണ് നാഡീഗ്രഹണം എന്ന് പറയുന്നത്. ഈ പെർസെപ്ഷൻ എന്നുള്ളതിന്റെ ആ വാക്കിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ന്യൂറോസെപ്ഷൻ എന്നാ പറയുക, നാഡീഗ്രഹണം. നാഡീവ്യവസ്ഥയുടെ സ്വാഭാവികമായിട്ട് തിരിച്ചറിയും. നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ശരീരത്തിനകത്ത് ഈ സ്പർശരസ ഗുണ സംവിധാനങ്ങളുണ്ട്. ഈ സംവേദന സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെ ആയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ നേരിട്ട് അറിയാനുള്ള, അവയെ ശരിയാമിതം ചാലനം ചെയ്യാനുള്ള ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സംവിധാനമാണ് അല്ലെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശരീരം ഇതിനെ സെൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് എല്ലാ ജീവജാലങ്ങളും സ്പർശ സ്വഭാവമുള്ള ഇപ്പോ എന്താ പറയാ ഒച്ചിനെ പോലുള്ള ജീവികൾക്കൊക്കെ സ്പർശത്തിലൂടെ കാര്യങ്ങൾ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എന്താണ് ഏതാണെന്ന് വിവേചിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ശരീരം അതിനനുസരിച്ചുള്ള റിഫ്ലക്സിലേക്ക് വന്നിരിക്കും അല്ലെ. തീ നമ്മുടെ മേലെ മുട്ടിയാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, നിന്ന നിപ്പിലാണ് റിഫ്ലക്സ് ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് നമ്മുടെ ആ പരിസരത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഉണ്ടാകുന്ന സമയത്ത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആദ്യം തന്നെ അലർട്ടാവും. ഇതൊരു എന്താ പറയാ, ഈ നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ശരീരത്തിലേക്ക് സന്നിവേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ജ്ഞാനമാണ്, ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിന്റെ ആ സിസ്റ്റം നെർവസ് സിസ്റ്റത്തെ മൊത്തത്തിൽ അങ്ങ് എൻഗേജ് ചെയ്യിക്കും. പിന്നീട് ഡെവലപ്പ് വന്ന ജീവികൾക്കാണ് ഈ നാഡീവ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവരിലും ഇത് ആദ്യം തന്നെ തന്റെ പരിസരത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പരിസരത്തെ മാറ്റം എന്ന് പറയുമ്പോൾ ഈ ജീവിയിലും കൂടെയുള്ള മാറ്റമാണല്ലോ, ഇത് ആ നിമിഷം തന്നെ അതിലേക്ക് സ്വിച്ച് ചെയ്യും. എന്നുവെച്ചാൽ ഇത് എന്താണെന്ന് കണ്ട് അതിന്റെ സ്ഥിതി വിവരത്തെ എടുത്ത് അത് ബോധ്യപ്പെട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം ആ ഒരു അവസ്ഥയിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോ നാഡീവ്യവസ്ഥ സ്വാഭാവികമായി ആ പരിസരത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തിരിച്ചറിയും. അവിടെ ബോധപൂർവമായിട്ടുള്ള ഒരു ചിന്തയുണ്ടല്ലോ, കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അതിനു മുമ്പ് തന്നെ ശരീരം പ്രതികരിച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചാണ് ഈ താൻ സുരക്ഷിതമാണോ എന്ന കാര്യം ഈ ജീവി ബോധ്യപ്പെടുന്നത്. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോ ചിലര് വന്നിട്ട് പറയും, നമ്മുടെ കൂട്ടത്തിലെ പ്രദീപൊക്കെ ഉണ്ട്, പ്രദീപ് വന്ന് ഞാനിങ്ങ് എടുക്കാന്ന് പറയും. പ്രദീപിന്റെ കയ്യിലേക്ക് പോയതോട് കുട്ടികൾ കരച്ചിലവിടെ നിർത്തും. വീണ്ടും പ്രദീപിന്റെ കയ്യിൽ നിന്ന് വാളു മറ്റേ ചൂച്ചയൊക്കെ വാങ്ങിക്കും, കരച്ചിൽ കൊടുക്കും. അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന ചിലയിടങ്ങളുണ്ട്. അത് അത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥായിയായ ബോധത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ളവരിലാണ് അത് ഉണ്ടാവുക. അതിനെക്കുറിച്ച് പറഞ്ഞു വരാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോ സുരക്ഷയുടെ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ ജീവിയുടെ ആ അപകടത്തിന്റെ ആ ഒരു മനോനിലയിൽ നിന്നും മാറിപ്പോകും. അപകടത്തിന്റെ സൂചനകൾ തിരിച്ചറിയും. അപ്പോ അവിടെ നിന്നുമാണ് ശരീരത്തിന്റെ പ്രതികരണത്തെ തയ്യാറാക്കൽ. ഇപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഏറ്റവും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുക്കേണ്ടത് അച്ഛനാണ്. പിന്നെ കുഞ്ഞിനെ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് നഴ്സുമാരോ മറ്റാരെങ്കിലും അല്ല, അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചവരല്ല. അതേസമയം കുഞ്ഞിനോട് ഇന്റിമസി ഉള്ള, എന്നാൽ ധൈര്യമുള്ള, ഏത് കാര്യത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള പ്രാപ്തനായിട്ടുള്ള ഒരു ധീരോദ്ധതനായ പിതാവാണ് കുഞ്ഞിനെ ആദ്യത്തെ 6 മണിക്കൂർ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാ? അമ്മയുടെ ആ ഒരു ത്രൈണ ഭാവത്തില് ഒരു ഭയത്തിന്റെ വേദനയുടെ ഒരവസ്ഥയിലല്ല അച്ഛൻ നിൽക്കുക. അച്ഛൻ കുറെ കൂടെ സ്റ്റേൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരു കോമൺ പറച്ചിലാണ്, എല്ലാ അച്ഛന്മാരും എങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എങ്കിലും അപ്പോ ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് ഈ ധൈര്യത്തിന്റെ ഒരു പശ്ചാത്തലം കുഞ്ഞ് തുടക്കത്തിലേ അങ്ങ് പരിചയപ്പെടും.
സുരക്ഷിതത്വത്തിന്റെ ഒരു അവസ്ഥ, കെയറിങ്ങിന്റെ ഒരു അവസ്ഥ കുഞ്ഞ് ആദ്യമേ പരിചയപ്പെടും. കുഞ്ഞെങ്ങനെയാ പരിചയപ്പെടുക? കുഞ്ഞിന്റെ നാഡീഗ്രഹണം അവിടെ അത് സംവേദനം ചെയ്യും. അപ്പോ കുഞ്ഞിന് മനസ്സിലാവും ഞാൻ സുരക്ഷിതമായ ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഭൂമിയിലേക്ക് തല കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ സുരക്ഷിതമായ ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത് എന്ന് അറിയുന്ന ഒരു കുഞ്ഞിനുണ്ടാകുന്ന ധൈര്യത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥ അവിടെ ഡെവലപ്പ് ചെയ്തു വരും. അപ്പൊ ഈ ഒരവസ്ഥ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രസവം എന്നുള്ളത് കുഞ്ഞിന്റെ അച്ഛന്റെ കയ്യിലൂടെ നടക്കണം എന്ന് നമ്മൾ പറയാറുള്ളത്. ഞാൻ എന്റെ മക്കളുടെ കാര്യത്തിന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഗുണം അവർക്ക് ഉണ്ട് താനും. ഇപ്പോ ഈ നാഡീഗ്രഹണത്തെ കുറിച്ച് പറയുമ്പോ അതിനൊരു ഉദാഹരണം വേറൊരു രൂപത്തിൽ പറയാം. നമ്മളൊരു പാമ്പിനെ കാണുന്നു, അപ്പോ മനസ്സ് പറയുന്നു ഇത് പാമ്പാണ് എന്ന് പറയുന്നു. അപ്പൊ പാമ്പ് എന്നുള്ള ആ ഒരു ജീവിയുടെ സങ്കല്പനമാണ് മനസ്സിനുണ്ടാവുന്നത്. നാഡീ വ്യവസ്ഥയ്ക്ക് പാമ്പ് എന്നുള്ള സംവിധാനം അല്ല മനസ്സിലാവുക, അപകടം എന്നുള്ളതാണ്. സ്പോട്ടിൽ രക്ഷപ്പെടാൻ തയ്യാറാവും. അതായത് ഗ്രഹണം എന്നുള്ളത് പാമ്പാണെന്നുള്ള തിരിച്ചറിവ്, അത് നീർക്കോലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പറയാനുള്ള ദൈവശാംകുട്ടി എന്ന് പറയുന്ന ഒരു സാധനം, പിള്ളേരുടെ അടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പാമ്പ, അത്രയും നിരുപദ്രവകാരിയാണ്. പക്ഷെ പാമ്പാണ് എന്ന് കാണുന്നതോടുകൂടി അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരുടെങ്കിലും കാലില് പതുക്കെ ഒരു പുല്ല് കൊണ്ടൊരു കുത്തു കൊടുത്താൽ മതി, അവൻ ചാടുന്നത് കാണാം. കാരണം ശരീരം ആ ഒരു റിഫ്ലക്സിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ പാമ്പ് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ശരീരം അപകടം എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ ഈ നാഡീഗ്രഹണം എന്നുള്ള പ്രോസസ്സിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അതായത് ഗ്രഹണം കിട്ടുന്ന ഡേറ്റയെ പ്രോസസ് ചെയ്യാനുള്ള സമയം പോലും എടുക്കാതെ ശരീരം അതിനു വേണ്ടി എടുക്കുന്നു. അപ്പൊ പരിസ്ഥിതിയിൽ നിന്നും നേരിട്ട് ബുദ്ധിയുടെ ലോകത്തേക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം നാഡീഗ്രഹണം എന്നുള്ള പ്രോസസ്സിലൂടെ ശരീരാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ 3 അവസ്ഥയാണ് അവിടെ സാധാരണ ഉണ്ടാവുക. ഒന്ന് സുരക്ഷ, ഇത് സേഫ് ആയിട്ടൊരു സ്ഥലമാണ് എന്നുള്ള ഒരു അവസ്ഥ. ഇപ്പോ പാമ്പിനെ അല്ല കാണുന്നത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നെത്തുന്നു, ഇത് സുരക്ഷിതമാണ് എന്നുള്ളൊരു അവസ്ഥ. അവിടെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതിന് ഉടനെ തന്നെ നമ്മൾ ശാന്തതയിലേക്ക് പോയി, നമ്മൾ തുറന്ന നിലയിലേക്ക്, നമുക്ക് തുറന്ന് അഭിമുഖമായി നിൽക്കാൻ, നമുക്ക് എന്തിനും അഭിമുഖീകരിക്കാൻ വിഷമമുണ്ടാവില്ല, നമ്മളൊരു ഓപ്പൺ ആയിരിക്കും. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അപകടത്തിന്റെ ഒരു അവസ്ഥയാണ്. അപകടം എന്ന് പറയുമ്പോൾ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെയാണ് നിൽക്കുക, അതിനോട് പ്രതിരോധിക്കാൻ പാകത്തിലാണ് നിൽക്കുക, നമ്മൾ ആ ഒരു അലേർട്ടായിരിക്കും. മൂന്നാമത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ശക്തമായ ഭീഷണിയാണ്. ഭീഷണി നേരെ മുമ്പിലുണ്ട്. അപ്പോ സംരക്ഷണം എന്നുള്ളതിനനുസരിച്ചുള്ള പ്രതികരണമാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുക. ഇത് വ്യക്തികളോട് ഇടപെടുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോ വ്യക്തികളോട് ഇടപെടുന്ന സമയത്ത് അവരെ ഏത് അവസ്ഥയിലാണോ ഉണ്ടാവുന്നത്, അവരുടെ ആ ശാരീരിക അവസ്ഥ എങ്ങനെയാണോ സെൻസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവരുടെ പ്രതികരണം കാണാൻ കഴിയും. ചിലരോട് നമ്മൾ ഇടപെടുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അവര് തിരിച്ച് ഭയങ്കര റൂഡായിട്ട് ഇടപെടുന്നത് കാണാം. ചിലരുണ്ട് എപ്പോഴും അലേർട്ടായിട്ട് ഇങ്ങനെ മാറി നിന്ന്, അത് അവരുടെ സെൻസ് ചെയ്യാനുള്ള ശേഷിയാണ്. നമുക്ക് ചിലരുടെ അടുത്തെത്തുമ്പോ നമുക്ക് സുരക്ഷിതത്വ ബോധം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ നിന്നും ആ സാഹചര്യത്തെ, ആ വ്യക്തി, ആ സാഹചര്യത്തെ നമുക്ക് ആ രീതിയിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നതാകുമ്പോൾ, അപ്പൊ സുരക്ഷിതമാകുമ്പോൾ ശരീരം കൂടുതൽ ശാന്തമാകും. അവിടെ പശ്ചാത്തലം സുരക്ഷിതമാകുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ശാന്തമാകും. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ ശാന്തമാകുമ്പോൾ എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും, എനിക്ക് അവരുടെ കണ്ണിലേക്ക് നോക്കാൻ പറ്റും, അല്ലെ, അവരെ കേൾക്കാൻ പറ്റും, അവരോട് സംസാരിക്കാം, അവരോട് കണക്ട് ചെയ്യാം. അപ്പോ സുരക്ഷ എന്ന് പറയുന്നത് ശാന്തതയിലേക്കും ആ കണക്ടിവിറ്റിയിലേക്കും നമ്മളെ എത്തിക്കും. ഈ സുരക്ഷിതത്വം വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഇടശരം വർക്ക് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇടത്തെ ശ്വാസ, അതൊരു സിമ്പലാണ്, ഇടത്തെ ശ്വാസം എന്ന് മാത്രമല്ല അതിനർത്ഥം, എങ്കിലും പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയുന്നത്, ഇടത്തെ നാസിക തുറന്നിരിക്കുന്ന സമയത്താണ് ഈ സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഉണർന്നിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുക. ഈ സമയത്ത് വേറൊരു ഗുണം കൂടെ സംഭവിക്കും. അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു സുരക്ഷിത ഭാവമുണ്ടല്ലോ, ആ സുരക്ഷിത ഭാവം എന്നുള്ളത് മറ്റൊരാളിലേക്ക് കൂടെ സന്നിവേശിപ്പിക്കാൻ കഴിയും. അതിനാണ് കോറഗുലേഷൻ എന്ന് പറയാ, സഹനിയന്ത്രണം എന്ന് പറയാ. അപ്പോ എന്റെ ശാന്തമായ ഒരു ശബ്ദമാണെന്നിരിക്കട്ടെ, പരുഷമായ ശബ്ദമല്ല, ഞാൻ കഠിനമായ രീതിയിൽ അവതരിപ്പിക്കുന്നില്ല, ശാന്തമായ ശബ്ദമാണെന്നിരിക്കട്ടെ. ആ ശാന്തമായ ശബ്ദം മറ്റൊരാൾ കേൾക്കുന്ന സമയത്ത്, എന്റെ സൗഹൃദപരമായ ആ മുഖഭാവം മറ്റുള്ളവർക്ക് കേൾക്കുന്ന സമയത്ത് എന്റെ സുരക്ഷിതത്വമാണ് അവർക്ക് നൽകുന്ന ആ ഒരു ഉറപ്പ്, എന്റെ സ്നേഹപൂർവമായ ഒരു സ്പർശം, എന്റെ വിശ്വാസപൂർണ്ണമായിട്ടുള്ള ഒരു ബന്ധം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത്
അവിടെ ആ വ്യക്തി റെഗുലേറ്റ് ചെയ്യപ്പെടും. അതിപ്പോ കുഞ്ഞുങ്ങളെ എടുക്കാം. കുഞ്ഞ് കരയാണ്. കരയുന്ന സമയത്ത് അമ്മ ശാന്തമായി ചേർത്ത് പിടിക്കുന്നു. ചേർത്ത് പിടിക്കുന്ന സമയത്ത് അമ്മയുടെ ഹൃദയമിടിപ്പ് കിട്ടുന്നതോടുകൂടി കുഞ്ഞ് സുരക്ഷ കുഞ്ഞിന് ഫീൽ ചെയ്യും. അപ്പൊ കുഞ്ഞ് ശാന്തമാവും. അമ്മ ശാന്തമായി ഇരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞ് ശാന്തമാകുന്നത്. ഇതാണ് കോറഗുലേഷൻ എന്ന് പറയുന്നത്. ആ കോറഗുലേഷൻ വഴി ആ കുഞ്ഞിനെ നമുക്ക് സഹനിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം കുഞ്ഞാണ് കരച്ചിലെ നിയന്ത്രിക്കുന്നത്. പക്ഷെ കുഞ്ഞിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ഈ ശാന്തിക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ബന്ധത്തിലൂടെ പരസ്പരം ശാന്തമാകാനുള്ള കഴിവ് ഉണ്ടാക്കുവാൻ ഈ നാഡീ ഗ്രഹണത്തിന് കഴിയും. അപ്പോ ഇതില് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സുരക്ഷയുള്ള സമയത്താണ് ശാന്തി ഉണ്ടാവുക, ആ ഒരു ബന്ധം എന്നുള്ള സംഭവം ഉണ്ടാവുക, സഹനിയന്ത്രണം സാധ്യമാവുക. ഭീഷണിയാണെങ്കിലോ ജാഗ്രതയുടെ അവസ്ഥയായിരിക്കും. കുഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. കുഞ്ഞ് അലർട്ടായിരിക്കും, റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ശരിക്കും അകലം പാലിക്കുന്നത് കാണാൻ പറ്റും. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ പട്ടികള്, മൃഗങ്ങളുടെ കാര്യത്തിൽ പശുക്കള്, അവർക്ക് ആ സുരക്ഷിതത്വം ഫീൽ ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്തേക്ക് എത്തുള്ളൂ. ഇല്ലാന്ന് വെച്ചാൽ അവര് നമ്മുടെ അടുത്ത് നിന്നാൽ പോലും അവർ ജാഗ്രതയിൽ ഇങ്ങനെ ആയിരിക്കും. പട്ടിയൊക്കെ കണ്ട ശ്രദ്ധിച്ചാൽ അറിയാം. പട്ടിക്ക് നമ്മുടെ മുകളിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ശാന്തമാണെങ്കിൽ പട്ടി നമ്മളോട് വളരെ ചേർന്ന് നിൽക്കും. നമ്മളോട് ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷെ നമ്മൾ ശാന്തമല്ലെങ്കിൽ പട്ടി അലർട്ടായിരിക്കും. എന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിൽ പട്ടി ജാഗ്രതയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ സമയത്ത് അത് അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങും. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ ഈ അമ്മയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ചുറ്റുപാടിന്റെ സാഹചര്യത്തെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് ഇപ്പൊ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അമ്മയൊക്കെ ശാന്തമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് പലപ്പോഴും മുൻ അനുഭവങ്ങളിലൂടെ, അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴത്തെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായ വീട്ടിലുണ്ടായ ചില അനുഭവങ്ങളിലൂടെ, ചില പ്രത്യേക ശാരീരിക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രത്യേക പരിസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ ചില റിലേഷൻഷിപ്പ്, ചില ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയല്ലാതെ വരുന്ന സമയത്തും ഒക്കെ അവരുടെ പ്രതികരണം ഈ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല, സഹനിയന്ത്രണം സാധ്യമാവുകയൊന്നുമില്ല. അപ്പൊ ഇവയെല്ലാം അതിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോ ഈ കുഞ്ഞിന്റെ പെരുമാറ്റം എന്ന് പറയുന്ന കാര്യം, കുഞ്ഞ് എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പ്രതിനില കൊള്ളുന്നു എന്ന കാര്യം അതിന്റെ പരിസരത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ്. അപ്പോ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ അതിനെ എടുക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ വികാരം കൊള്ളുന്നു, അതാണ് പെരുമാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കൂടുതൽ ആഴത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പരിസ്ഥിതിയിൽ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നാഡീഗ്രഹണം ശരീരം ചെയ്യും. അപ്പൊ ഒരു പ്രത്യേക ശാരീരിക അവസ്ഥ ഉണ്ടാവും. ഈ ശാരീരിക അവസ്ഥ പുതിയ ചിന്തയും വികാരവും ഈ ജീവിയിൽ ഉണ്ടാക്കും. അത് പെരുമാറ്റത്തിന് കാരണമാകും. അപ്പൊ നമ്മൾ PSP-യുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്. അതിൽ നിന്നാണ് തോട്ട് ഉണ്ടാവുന്നത്. ആ തോട്ടാണ് ഇമോഷന് കാരണമാകുന്നത്, അതാണ് പെരുമാറ്റത്തിന് കാരണമാകുന്നത്, അതാണ് ഒരു പാറ്റേൺ ആയിട്ട് മാറ്റുന്നത്, അല്ലെ, പാറ്റേൺ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ പാറ്റേൺ മാറാൻ പെരുമാറ്റം മാത്രം മാറിയാൽ പോരാ, അതിന് പിന്നിലുള്ള ആ സ്റ്റേറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ന്യൂറോ സെപ്ഷൻ എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക. ഈ ശരീരം പ്രകൃതിയിൽ നിന്ന് വേറിട്ടതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രകൃതിയിൽ എന്ത് ചലനം ഉണ്ടാവുന്ന ആ സൂചനകൾ ശരീരം അനുഭവിക്കും. ആ ശരീരം അതിപ്പോ ശബ്ദത്തിന്റെ രൂപത്തിൽ, വെളിച്ചത്തിന്റെ രൂപത്തിൽ, ചൂടിന്റെ രൂപത്തിൽ, തണുപ്പിന്റെ രൂപത്തിൽ, എന്താണെങ്കിലും അതവിടെ അനുഭവിക്കും. അത് ആ സ്ഥലത്തിനനുസരിച്ച്, അവിടുത്തെ അന്തരീക്ഷത്തിനനുസരിച്ച്, അവിടുത്തെ ജീവജാലങ്ങൾക്കനുസരിച്ച് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അവിടെ ഉണ്ടാവുന്ന സുരക്ഷയും അസ്വസ്ഥതയും നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കും. അവിടെ ആ കോറഗുലേഷൻ എന്നുള്ള പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോ പ്രകൃതിയെ കാണുന്നതിൽ നിന്നും പ്രകൃതിയെ അനുഭവിക്കുന്നതിലേക്ക് നമ്മൾ പതുക്കെ മാറുക. പ്രകൃതിയെ ജസ്റ്റ് കണ്ടറിയുക, കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നതിനേക്കാളും അനുഭവത്തിലേക്ക് നമ്മൾ ഈ മഴക്യാമ്പിനും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് സെൻസ് ചെയ്യാൻ പറ്റും. ഈ അനുഭവത്തിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച ബന്ധബോധത്തിലേക്ക് പോവുക, ബന്ധബോധത്തിൽ നിന്ന് സുതാര്യതയിലേക്ക് പോവുക, ഇതാണ് സാധ്യമാകും. ഒളിമ്പസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പൊ ജീവൻ എന്നുള്ള ആ ഒരു സംവിധാനത്തിന്റെ അകത്താണ് പരിസ്ഥിതി ഉണ്ടാവുന്നത്. പരിസ്ഥിതിയിൽ നിന്നാണ് നമ്മുടെ നാഡീഗ്രഹണം സംഭവിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ബോധം ഉണരേണ്ടത്. ബോധമാണ് ബന്ധത്തെ ഉണ്ടാക്കേണ്ടത്, അവിടെയാണ് സഹജീവനം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ജീവൻ പരിസ്ഥിതിയിൽ നിന്ന് വേറിട്ടൊരു സംഭവമല്ല. ശരീരം പരിസ്ഥിതിയിലാണ് നിൽക്കുന്നത്.
ശരീരം പരിസ്ഥിതിയോട് നിരന്തരം പ്രതികരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ബോധത്തിന്റെ അതായത് നമുക്ക് ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം, അവയർനെസ് ഉണ്ടാവുമല്ലോ, അതുണ്ടാകുന്നതിന് മുമ്പും ശരീരം പരിസ്ഥിതിയെ ഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ശരീരം പരിസ്ഥിതിയെ ഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ബന്ധബോധമുണ്ടെങ്കിൽ ഈ ഗ്രഹണം കൂടുതൽ സൂക്ഷ്മമാകും. സുതാര്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി വരും. അപ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് അനുഭവമായിട്ട് മാറണം, അനുഭവമായി മാറും. ആ അനുഭവമാണ് സഹജീവിത ബോധമായിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മാപ്പിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഡീഗ്രഹണം എന്നുള്ള പ്രശ്നം, പരിസ്ഥിതിയിൽ നമ്മൾ നിൽക്കുന്നു, ജീവനുള്ള വസ്തുക്കൾ പരിസ്ഥിതിയുടെ ആ ഒരു അവസ്ഥ നിൽക്കുന്നു, ഇതെല്ലാം കൂടെ ഒരു ആകത്തുകയാണ്. അതിൽ നിന്ന് നാഡീഗ്രഹണം ഉണ്ടാകുന്നു. നാഡീഗ്രഹണത്തിൽ നിന്നാണ് അവബോധം ഉണ്ടാകുന്നത്, അല്ലെ ചിന്തിച്ചു കൂട്ടുന്നതല്ല. അതിൽ നിന്നാണ് ബന്ധബോധം ഉണ്ടാകുന്നത്, അതാണ് സുതാര്യമാകുന്നത്, അതാണ് നമ്മുടെ സഹജീവിതത്തിന് കാരണമാകുന്നത്. അപ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള, വിജയകരമായിട്ടുള്ള, ശുഭകരമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. നാഡീഗ്രഹണം എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് കേവലം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുക എന്നുള്ളതിന് പകരം നാഡികൾ കൊണ്ട് ഗ്രഹിക്കുക എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്. PSP നമ്മളെ അതിനാണ് സഹായിക്കുക. ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ തന്നെ കോഗ്നിഷന്റെ പല രൂപങ്ങളുണ്ട്, അവയെക്കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം. അപ്പോ ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക, നിങ്ങളുടെ നാഡീഗ്രഹണം എത്രത്തോളം ശക്തിമത്താണ് എന്നുള്ളത് നിരീക്ഷിക്കുക, ബോധ്യമാവുക. അടുത്ത വിഷയങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.